അപ്പോൾ 3ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിൻ്റെ. നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ചിത്രകഥ തരും, എന്നിട്ട് അത് വായിച്ചിട്ട് അതിന് ആൻസർ എഴുതാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മുടെ കഥ ഒന്ന് വായിക്കാം. A butterfly was very hungry. She was looking for food. She saw a flower. ബട്ടർഫ്ലൈക്ക് ഭയങ്കര വിശപ്പായിരുന്നു അല്ലേ. അങ്ങനെ വിശന്നിരിക്കുമ്പം ഷീ വാസ് ലുക്കിംഗ് ഫോർ ഫുഡ്, അവൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തിരയായിരുന്നു. ഷീ സോ എ ഫ്ലവർ, അവളൊരു പൂ കണ്ടു. ദി ബട്ടർഫ്ലൈ ഗോട്ട് സം നെക്ടർ ഫ്രം ദ ഫ്ലവർ, അങ്ങനെ പൂമ്പാറ്റയ്ക്ക് കുറച്ച് തേൻ കിട്ടി. ഇറ്റ്സ് സ്വീറ്റ്, അത് വളരെ മധുരമുണ്ട് അല്ലേ. സെയ്ഡ് ദ ബട്ടർഫ്ലൈ, അങ്ങനെ ബട്ടർഫ്ലൈ പറഞ്ഞു ഇത് നല്ല മധുരമുണ്ടെന്ന് പറഞ്ഞു. എ സ്നേക്ക് വാസ് വാച്ചിങ് ഓൾ ദിസ്, ഇതെല്ലാം ഒരു പാമ്പ് കാണുന്നുണ്ടായിരുന്നു. ദ സ്നേക്ക് മൂവ് ടുവേർഡ് ദ ബട്ടർഫ്ലൈ, അപ്പോൾ ഈ സ്നേക്ക് ബട്ടർഫ്ലൈയുടെ അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തു. ദ ഡോഗ് സോ ദ സ്നേക്ക്, അപ്പം ബില്ലു താഴെ ഇരുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ബൗ ഹി ബാർക്ക്ഡ് അറ്റ് ദ സ്നേക്ക്, അങ്ങനെ ബില്ലു പാമ്പിൻ്റെ അടുത്തേക്ക് കുറച്ചു, ഈ സ്നേക്കിൻ്റെ അടുത്തേക്ക് കുറച്ചു. സഡൻലി ദ ബട്ടർഫ്ലൈ ഫ്ലൂ അപ്പ്, അപ്പം പെട്ടെന്ന് തന്നെ ഈ പൂമ്പാറ്റ പറന്നു. താങ്ക് യു ഡിയർ, ദ ബട്ടർഫ്ലൈ സേഡ് ടു ബില്ലു, അപ്പം ബില്ലുവിൻ്റെ അടുത്തേക്ക് ബട്ടർഫ്ലൈ പറഞ്ഞു താങ്ക് യു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ബട്ടർഫ്ലൈ വാസ് ലുക്കിംഗ് ഫോർ, എന്തിനാണ് ബട്ടർഫ്ലൈ നോക്കിയിരുന്നത്? ഫുഡിന് വേണ്ടിയിട്ട് അല്ലേ. ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട്, ആദ്യത്തെ ചിത്രത്തിൽ തന്നെ ഉണ്ട് ഷി വാസ് ലുക്കിംഗ് ഫോർ ഫുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്നേക്ക് വാണ്ടഡ് ടു ക്യാച്ച് ദ ബട്ടർഫ്ലൈ അല്ലേ. ഓക്കെ, ഇറ്റ്സ് സ്വീറ്റ്, ഹൂ സേവ് ദിസ്, ആരാ പറഞ്ഞത്? ദ ബട്ടർഫ്ലൈ. ഹൂ സേവ് ദ ബട്ടർഫ്ലൈ, ആരാണ് ബട്ടർഫ്ലൈനെ സേവ് ചെയ്തത്, രക്ഷിച്ചത്? ബില്ലു. ഇനി ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദി സ്റ്റോറി, ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം നല്ലൊരു ഹെഡിങ്ങും കൂടി കൊടുക്കുക. ദി ഫ്രണ്ട്ഷിപ്പ് എന്നോ ബില്ലു ആൻഡ് ദി ബട്ടർഫ്ലൈ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഹെഡിങ്ങും കൊടുക്കുക. അടുത്തത് വരുന്നത് കോൺവെർസേഷനാണ്. ഓക്കെ, ഈ വർഷവും നിങ്ങൾക്കൊരു കോൺവെർസേഷൻ എന്തായാലും ചോദിക്കും. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബട്ടർഫ്ലൈ വെൻ ബാക്ക് ഹോം, ബട്ടർഫ്ലൈ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഷീ ടോൾഡ് ഹെർ മദർ അബൌട്ട് ദി തിങ്സ് ഹാപ്പൻ, എന്നിട്ട് അവൾ അന്ന് നടന്ന കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു. ഇനി അമ്മയും ബട്ടർഫ്ലൈയും ആയിട്ടുള്ള കോൺവെർസേഷനാണ് നമുക്കിവിടെ എഴുതേണ്ടത്. ഓക്കെ, അതാണ് കോൺവെർസേഷനിൽ കൊടുത്തത്. മദർ, ഐ വാസ് റിയലി ഫ്രൈറ്റൻ ടുഡേ, അമ്മ ഞാനിന്ന് ഒരുപാട് പേടിച്ചു. അപ്പം അമ്മ എന്ത് പറയും? വൈ, വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിച്ചു? അപ്പം ബട്ടർഫ്ലൈ പറയും എ സ്നേക്ക് ട്രൈ ടു ക്യാച്ച് മീ അല്ലേ. അപ്പം മദർ ചോദിക്കും എന്നിട്ട് എന്ത് പറ്റി? അപ്പം ബട്ടർഫ്ലൈ പറയും ബട്ട് മൈ ഫ്രണ്ട് ബില്ലു സേവ്ഡ് മീ അല്ലേ. അപ്പം ബില്ലു സേവ്ഡ് മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അമ്മ പറയും ബില്ലു ഈസ് എ ഗുഡ് ഫ്രണ്ട്. അപ്പം ചെറുതായിട്ട് നമുക്ക് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ചെറിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് ഒരു ഡിസ്ക്രിപ്ഷനാണ്. നിങ്ങൾക്ക് ഇതുപോലൊരു ചിത്രം തരും, നിങ്ങൾക്ക് വളരെ നല്ലൊരു ചിത്രമായിരിക്കും തരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് ആദ്യം തന്നെ എഴുതുക. എന്നിട്ട് ആ ചിത്രത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം എഴുതി വെക്കണം. ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും നമ്മൾ എഴുതി ചേർക്കണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ബോക്സ് തരും, അപ്പോൾ അതിൽ എഴുതി ചേർക്കുക. ഇനി അടുത്തത് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ്. The butterfly reached Billu's house. Billu took the butterfly to his friends there. അപ്പം ബട്ടർഫ്ലൈ ബില്ലുവിൻ്റെ വീട്ടിലേക്ക് വന്നു അല്ലേ. എന്നിട്ടോ ബില്ലു took the butterfly to his friends there. അപ്പം ബില്ലു അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ബട്ടർഫ്ലൈയെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടോ ബില്ലു ഇൻട്രൊഡ്യൂസ്ഡ് ഈച്ച് ഫ്രണ്ട് ആൻഡ് സാങ്. ബില്ലു എന്നിട്ട് ഓരോ കൂട്ടുകാരെ കാണിച്ചിട്ട് പാടി. ദിസ് ഈസ് എ ഹെൻ, ഇറ്റ് ഗിവ്സ് മീ എഗ്സ്, ഇറ്റ് ക്യാൻ ഫ്ലൈ, ഇറ്റ്സ് എ ക്ലക്ക് ക്ലക്ക്. ഓക്കെ, അപ്പോൾ ഇതൊരു കോഴിയാണ്, ഇത് മുട്ട തരും, ഇതിന് പറക്കാൻ കഴിയും, ഇതെന്താ പറയുക? ക്ലക്ക് ക്ലക്ക് എന്ന് പറയും. ഓക്കെ, അപ്പം ഇനി അടുത്തത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം ബില്ല് പിന്നീട് ഒരു ഡക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ ഒരു ഗോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം അവരൊക്കെ എന്താ പറയുക, അവരൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഡക്ക് നമുക്ക് എന്താ തരിക, ഗോട്ട് നമുക്ക് എന്താ തരിക, അതെല്ലാം ഇതുപോലെ എഴുതി ചേർക്കണം അല്ലേ. ദിസ് ഈസ് എ ഡക്ക് എന്ന് പറയണം, പിന്നെ ദിസ് ഈസ് എ ഗോട്ട് എന്ന് പറയണം. ഡക്ക് ഗിവ്സ് മീ എഗ്സ്,
അപ്പോൾ ഗോട്ടാകുമ്പോഴോ ഗോട്ട് നമുക്ക് മിൽക്ക് തരും അല്ലേ. അപ്പം ഇറ്റ് ഗീവ്സ് മീ മിൽക്ക്. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് പിന്നെ ഡക്ക് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക, ഗോട്ട് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക എന്നും കൂടി എഴുതി ചേർത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കൊരു വേർഡ് വെബ് തരും. അതിൽ ഇതുപോലെ ചിത്രങ്ങളുണ്ടാകും. ചിത്രങ്ങളും അതിൻ്റെ മുകളിൽ തന്നെ ഓരോന്നിൻ്റെ പേരും ഒരു ബോക്സിൽ നമുക്ക് തരും. നമ്മൾ നേരെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പം ബേർഡ് ഉണ്ട്, ഹണി ബീ ഉണ്ട്, ട്രീ ഉണ്ട്, ഫ്ലവർ ഉണ്ട്, അതെല്ലാം ഈ ബോക്സിലുണ്ട്. അതിൻ്റെ എല്ലാം നേരെ കൊണ്ട് നമുക്ക് ആ എന്തെല്ലാമാണോ തന്നിട്ടുള്ളത് അത് എഴുതാം. പിന്നെ ഇതുപോലെ പേര് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിത്രം വരയ്ക്കുക. ഓക്കെ, ഗ്രാസിൻ്റെ ചിത്രം വരയ്ക്കുക. അവസാനമായിട്ട് നമുക്കൊരു ചിത്രം വരയ്ക്കാനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ബില്ലുണ്ട്, ബില്ലുവിൻ്റെ കെന്നലും ഉണ്ട് അല്ലേ, ബില്ലും കൂടും ഉണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, ഡ്രോ സം ബലൂൺ ഓൺ ദ കെന്നൽ, കുറച്ച് ബലൂണ് ബില്ലുവിൻ്റെ കൂടിൻ്റെ മുകളിൽ വരയ്ക്കാനാണ്. ഡ്രോ എ ഹാറ്റ് ഓൺ ബില്ലുസ് ഹെഡ്, അപ്പം ബില്ലുവിൻ്റെ തലേൻ്റെ മുകളിൽ ഒരു തൊപ്പി വരച്ചു കൊടുക്കണം. പിന്നെയോ ഡ്രോ എ പ്ലേറ്റ് ഓൺ ദി ടേബിൾ, ടേബിളിൽ ഒരു പ്ലേറ്റ് വെക്കണം. ഡ്രോ എ ബെൽ അറൗണ്ട് ബില്ലുസ് നെക്ക്, അപ്പം നമുക്ക് ബില്ലുവിന് ഒരു മണി കെട്ടി കൊടുക്കണം. ഓക്കെ, പിന്നെയോ എന്നിട്ട് നമ്മളിതെല്ലാം കളർ ചെയ്ത് നല്ല ഭംഗിയാക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്കും വരുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ അല്ല, ബട്ട് ഇതേ സെയിം ക്വസ്റ്റ്യൻ വരില്ല, ബട്ട് സെയിം മോഡലായിരിക്കും. ഓക്കെ.